അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. എനിക്ക് ഒരു പ്രയാസം വന്നപ്പോൾ ആ പ്രയാസം നീങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യം അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് മറ്റൊന്നുമല്ല, ഞാൻ അപ്പം തന്നെ ബദരീങ്ങളെ പേരിൽ 41 യാസീൻ നേർച്ചയാക്കി. അതുപോലെ തന്നെ നഫീസത്ത് ബീവിയുടെ പേരിലും 41 യാസീൻ നേർച്ചയാക്കി. അത് രണ്ടും വെവ്വേറായിട്ട് തന്നെ കേട്ടോ നേർച്ചയാക്കിയത്. അൽഹംദുലില്ലാഹ്, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് ആ നേർച്ചയാക്കിയ കാരണത്താൽ എൻ്റെ ആ പ്രയാസം നീങ്ങി കിട്ടി. എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. ഇടങ്ങേറും ബുദ്ധിമുട്ടൊക്കെ അത് അങ്ങനെയൊക്കെ വന്നവർക്ക് മനസ്സിലാകും. എനിക്ക് ആ ദിവസം ഉറക്കമില്ല, അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ. ഞാൻ കാര്യം എന്താണെന്ന് ഞാനിപ്പോൾ വിശദമാക്കി പറയണില്ല, പക്ഷെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും അതുപോലത്തെ ഒരു അനുഭവം. നമുക്കെന്താ കാട്ടേണ്ടത് വെച്ചല്ല, ജീവിതം മടുത്തു അങ്ങനെയൊക്കെ തോന്നും. ഞാൻ എന്തിനാണ് ജീവിക്കണത്, ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇന്നാർക്കും പറ്റൂലല്ലോ, ഇന്നാർക്കും ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ ഞാൻ എന്താ എൻ്റെ ക്യാരക്ടർ അങ്ങനെ പല രീതിയിൽ ഇങ്ങനെ മിന്നി മറിയറിയില്ലേ. അങ്ങനെ ഓരോ ചോദ്യങ്ങൾ തന്നെ ഞാൻ എന്നോട് തന്നെ ചോദിച്ച് വളരെയധികം ആശങ്കപ്പെട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ കുറേ സ്വലാത്ത്, കുറേ ദിക്റുകൾ പല രീതിയിൽ ഞാൻ ചൊല്ലി നോക്കി. അപ്പോഴൊക്കെ ചെറിയൊരു ആശ്വാസം കിട്ടുമെങ്കിലും മനസ്സ് എന്താ പറയുക, ശരീരം വേറൊരു രീതിയിലായ പോലെ. അതെങ്ങനെ പറഞ്ഞു തരിക, ഒരു തളർച്ച വരുമല്ലോ, എന്താ കാട്ടേണ്ടി വെച്ചല്ല, അങ്ങനെ ഒന്നിനൊരു മൂടില്ല, അങ്ങനെ വരും. കാണാൻ ഇഷ്ടമല്ല. കുട്ടികളൊക്കെ നോക്കുമ്പോഴൊക്കെ സങ്കടം വരും. അങ്ങനത്തെ ഒരു ലെവലിൽ വന്നപ്പോൾ ഞാനിങ്ങനെ ചെയ്തു. അൽഹംദുലില്ലാഹ്, എനിക്ക് ഫലം കിട്ടിട്ടോ. നമ്മളെ ജീവിതത്തിൽ നമ്മൾ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്ക് നേരിടേണ്ടി വരും. പക്ഷെ ഒന്നാലോചിക്കണം, നമ്മളൊന്നും ഉണ്ടായിരുന്നത്, നമ്മളെ കാര്യം നമ്മളോട് തന്നെ നമ്മൾ 100 വട്ടം ചോദിച്ചു നോക്കുക, അത് ശരിയാണോ. എന്നിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുക. പിന്നെ നമ്മളെന്തെങ്കിലും ആരോടെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പ് നല്ലോണം ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നോക്കുക. അവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടെങ്കിൽ മാത്രം പറയുക. നമുക്ക് എന്ത് കാര്യങ്ങളും ഏൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനും അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അള്ളാഹുവിനോട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കതിനൊരു പരിഹാരം കിട്ടും. അല്ലാതെ നമ്മൾ വേറെ ആളോട് നമ്മൾ പറഞ്ഞാൽ അതിനൊരു പരിഹാരവും കിട്ടില്ല. ഇനി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും കാര്യം അറിഞ്ഞു, ആ അറിഞ്ഞ കാര്യം വേറൊരു വ്യക്തിയോട്, അയാളുമായി ബന്ധമുള്ളൊരു വ്യക്തിയോട് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പും നമ്മളതൊന്ന് ആലോചിച്ച് നോക്കണം. നമുക്കത് അറിയുമ്പോൾ പറഞ്ഞാൽ പോരെ, നമ്മൾ വേറെ എന്തിനാ അതിനോട് വേറെയുള്ളവരോട് ചോദിച്ച് പിന്നെ ഇബലോട് നമ്മളിങ്ങനെ പറഞ്ഞു കണ്ട് അവിടെയൊക്കെ ഓരോ പ്രശ്നങ്ങളായിട്ട് വരും. നമ്മളെ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. എല്ലാവരും നമ്മളെ കൊടുക്കാനും ഇതിനൊക്കെ നോക്കുക. അങ്ങനെ എനിക്കൊരുപാട് അനുഭവങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്, നമ്മളെന്തെങ്കിലും കാര്യം ആരോടെങ്കിലും പറയുന്നതിന് മുമ്പായിട്ട് നല്ലവണ്ണം മനസ്സിലുറപ്പിച്ച് ഞാനിത് പറഞ്ഞാൽ ശരിയാണോ നോക്കുക. ചിലപ്പോൾ നമുക്ക് അത്രയും വിശ്വാസമില്ലേ ഒരു ആളോട് നമ്മൾ പറയും, ആരോടും പറയരുത് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആരോടെങ്കിലുമൊക്കെ പറയും. അതങ്ങനെയാണ്, പറയാതിരിക്കൂല. അതതിൻ്റെ ഒരു പോളിസി അങ്ങനെയാണ്. ഇനി അത്രക്കും അങ്ങനെ നിങ്ങൾക്ക് പറയരുത് എന്നിട്ട് പറയാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണുണ്ടോ. അങ്ങനെ അത്രക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും അങ്ങനെ പറയാതിരുന്നിക്കണമെങ്കിൽ. അല്ലെങ്കിൽ എന്താ പറയുക, ഒട്ടുമിക്ക ആൾക്കാർ നമ്മൾ പറയരുത് എന്ന് കരുതിയ കാര്യം എന്തായാലും പറയും. അപ്പോൾ അവിടെ ചിലപ്പോൾ ഓരോ പ്രശ്നങ്ങൾ വരാനും ഒക്കെ കാരണമാവും. നമ്മളെ ആർക്കും പറ്റില്ല. നമ്മളെന്ത് തെറ്റ് ചെയ്താലും അത് വലിയൊരു തെറ്റായിട്ട് കാണുന്ന ആൾക്കാരാണ് നമ്മളെ ചുറ്റുമുള്ളവർ. അതങ്ങനെയാണ് അതിൻ്റെ ഒരു പോളിസി. നമ്മളെ ജീവിതം എന്നത് സ്കൂൾ ജീവിതം കഴിഞ്ഞാൽ നമ്മളെ
മാരേജ് ലൈഫ് കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് അവിടെ സ്റ്റോപ്പായി പറഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും അനുവാദം, ചിലപ്പോൾ നമ്മളൊന്നും ആരും തിരിഞ്ഞു നോക്കില്ല, അങ്ങനെയും വരാം. നിങ്ങൾക്ക് എങ്ങനെയാണ്, ഏത് ലൈഫാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ വീഡിയോ കൊണ്ട് തന്നെ എത്ര പേര് കാണുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണണ്ട. എന്നാലും ഏത് കാര്യത്തിനും അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 റുപ്യ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആരും മുന്നിൽ നമുക്ക് കൈ നീട്ടേണ്ട ആവശ്യമില്ല. മറ്റത് നമ്മൾ എല്ലാവരോടും എനിക്കൊരു 10 റുപ്യ തരുമോ, എനിക്ക് ഇന്നത് വാങ്ങാനാണ്, ആ ഒരവസ്ഥ അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ വില എത്രയാണെന്നുള്ളത്. നമുക്ക് ഒരു വീട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനൊക്കെ നമ്മളെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരും തരൂല. എല്ലാവരും അധ്വാനിച്ചിട്ട് മാത്രമാണ് കിട്ടണത്. പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്. പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് നമ്മളിങ്ങനെ ഏത് നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടണം എന്നൊക്കെ ഒരു മനസ്സിലേക്ക് വന്നിക്കുക. അതിൽ ഞാൻ അൽഹംദുലില്ലാ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് എനിക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയട്ടെ എന്നുള്ള ഒറ്റ ഇതുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്. നമുക്കറിയണം എന്തെങ്കിലുമൊക്കെ അള്ളാഹുവിനോട് നമ്മൾ അടുത്തിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം വെച്ചിട്ട് നമ്മൾ നേർച്ച ചെയ്തിട്ട് അത് ചെയ്യുക എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു വലിയ പാഠാണത്. എനിക്ക് അത്രയും വലിയൊരു ഇടങ്ങേറ് പിടിച്ച സംഭവം ഉണ്ടായപ്പോൾ ആരോടും പറയാൻ പറ്റാത്ത, എന്താവുക എന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ജീവിതം മാറി മറിയും എന്നുള്ള ലെവലിലേക്ക് എത്തിയപ്പോൾ ഞാൻ ചെയ്തതാണ് ബദരീങ്ങളുടെ പേരിൽ 41 യാസീനും നഫീസത്ത് ബീവിയുടെ പേരിൽ 41 യാസീനും ഞാൻ നേർച്ചയാക്കി. എൻ്റെ ഇന്നാലിന് ആവശ്യം കഴിഞ്ഞാൽ ഞാനത് ചെയ്യും ഉറപ്പിച്ചു. അള്ളാഹുവിനോട് ഞാൻ കണ്ണീരോടെ ഞാൻ ദുആ ചെയ്തു. ശേഷം ഞാൻ എൻ്റെ ആവശ്യം അൽഹംദുലില്ലാ 8 ദിവസം കൊണ്ട് നിറവേറി. എന്നിട്ട് ഞാനത് ചെയ്തു. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അത് നിങ്ങളെയും അറിയിക്കാൻ, കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമുക്ക് ദിനം പ്രതി ഓരോ സംഭവങ്ങളാണ് നമ്മളെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തി നേടണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇങ്ങനൊന്ന് ചെയ്തു നോക്കണേ. പിന്നെ നമ്മൾ നേർച്ചയാക്കിയാൽ ആ നേർച്ചയാക്കുന്ന സംഭവം എന്താണ് നമ്മൾ നേർച്ചയാക്കുന്നത് അത് എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെക്കണത് ഏറ്റവും നല്ലതാണ്. ഞാൻ എൻ്റെ കാര്യം പറയാലോ, ഞാൻ അങ്ങനെ നേർച്ചയാക്കിയാൽ മറക്കണ ഇതുണ്ട്. അങ്ങനെ മറക്കാതിരിക്കാൻ, കാരണം നമ്മളപ്പോൾ നേർച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ എത്ര എണ്ണമാണ്, ഇപ്പോൾ 40 എണ്ണമാണോ 41 അല്ലെങ്കിൽ 33 എണ്ണമാണോ, അങ്ങനെയൊക്കെ നമ്മൾ ഓരോ സംശയങ്ങൾ നമ്മളെ ഉള്ളിലേക്ക് കടന്നു വരും. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്, നമ്മൾ എന്താണോ നേർച്ച ചെയ്യണത് അത് നമ്മളപ്പോൾ ഒരു റഫായിട്ടോ അല്ലെങ്കിൽ ഫോണിൽ നമ്മൾ സ്വയം നമ്പറിൽ നമ്മളത് എഴുതി വെക്കണത് ഏറ്റവും നന്നാകും. ഇനി നേർച്ച ചെയ്ത് ആരെങ്കിലും മറന്നിക്കണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ കമൻറ്റാണ് മറ്റുള്ളവർക്ക് പ്രചോദനമാകുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എനിക്കും പറഞ്ഞു തരണം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെ അവർക്ക് ഫലം കിട്ടിയത്. കാരണം വ്യത്യസ്തങ്ങളായ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോഴോ അല്ലെങ്കിൽ ഇടങ്ങേറ് വരുമ്പോഴൊക്കെ നമ്മളെ വീട്ടിലുള്ള ഏതെങ്കിലും അദ്കാറുകൾ അതുപോലെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ തപ്പുന്നവരാണ്. ഞാനൊക്കെ അങ്ങനെയാട്ടോ ചെയ്യൽ. എവിടുന്ന് എന്തെങ്കിലും, കാരണം നമുക്ക് ഇടങ്ങേറാവുന്ന ടൈമിലൊക്കെ നമുക്കൊരു പരിഹാരമാർഗം കിട്ടാണ്ട് തപ്പി നടക്കും അല്ലേ. അൽഹംദുലില്ലാ എനിക്കതിൽ നിന്നൊക്കെ ഓരോ മുക്തിയും കിട്ടലുണ്ട് കേട്ടോ. ആ പ്രയാസത്തിൽ നിന്നൊക്കെ ഞാൻ കയറലുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജീവിതം പറയണത്.
ഒരുപാട് പ്രതിസന്ധികളും സങ്കടങ്ങളും ഇടങ്ങേറുകളൊക്കെ നിറഞ്ഞത്. ഞാൻ എന്താ വെച്ചിട്ട് നമ്മളത്ര ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട്. ഞാനതിൽ അൽഹംദുലില്ലാ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഇങ്ങനെയൊക്കെ ഓരോന്ന്? അതോ എനിക്ക് മാത്രമാണോ എന്നൊക്കെ ചിലപ്പോൾ അധികം അങ്ങനെ തോന്നിട്ടോ. അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാത്തിനും എന്തിനും ഏതിനും അൽഹംദുലില്ലാ. അതുപോലെ തന്നെ എന്ത് കാര്യമാണെങ്കിലും ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാഹ്, അള്ളാഹുവിനെ പരമേൽപ്പിക്കുക. പക്ഷെ നമ്മളാരും പരിഗണിക്കാത്തൊരവസ്ഥ വരുമ്പോണ്ടല്ലോ ഭയങ്കര ഇടങ്ങേറാണ്. പറഞ്ഞാൽ ആരും പരിഗണിക്കാതെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊരു താത്തിക്കെട്ടി നമ്മളൊരു ആരുമില്ലാത്ത ആൾക്കാരെ മാതിരി നമ്മളുണ്ടോയെന്നോ നമുക്കെന്തെങ്കിലും വേണമെന്നോ ഒന്നുമില്ലെങ്കിൽ നമ്മൾ വെറും വേസ്റ്റ് ആണല്ലേ. കാര്യം കഴിഞ്ഞാൽ കരിയേപ്പിൻ്റെ പുറത്ത് പറഞ്ഞ പോലെ പഠിച്ചോ നമ്മളെല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ ഇനി കാണട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.